നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാം. ചവറ ഗ്രാമം ഗൾഫ് കുടിയേറ്റക്കാരായ കഥ. കൊല്ലത്ത് നിന്നും 14 കിലോമീറ്റർ അകലെ കരിമണൽ സമ്പത്തിന് പേരുകേട്ട നാടാണ് ചവറ. ചവറയുടെ തെക്കു ഭാഗത്തായി പച്ച പകിട്ടാർന്ന അഷ്ടമുടിക്കായലും പടിഞ്ഞാറ് അറബിക്കടലും സ്ഥിതി ചെയ്യുന്നു. ചവറ എന്ന ഗ്രാമത്തിന്റെ വളർച്ചയിൽ ഗൾഫ് രാജ്യങ്ങളുടെ പങ്ക് ചെറുതല്ല. 1970കളിലും 1980കളിലും കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുണ്ടായ കുടിയേറ്റത്തിന് പ്രധാന കാരണം ഗൾഫ് മേഖലയിൽ കണ്ടെത്തിയ എണ്ണ നിക്ഷേപമാണ്. ഓയിൽ ഷോക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 73ലെയും 79ലെയും എണ്ണയുടെ വില വർധനവും ക്ഷാമവും എണ്ണയ്ക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളെ മറ്റുള്ളവർക്ക് ആശ്രയിക്കാതെ വയ്യ എന്ന അവസ്ഥയിലെത്തിച്ചു. ഈ കേരളത്തിലെ ഗൾഫ് സ്വാധീനം ചില പ്രദേശങ്ങളിൽ കൂടുതലായി പ്രകടമായിരുന്നു. ചവറ, പാലക്കടവ്, കുളങ്ങര ഭാഗം പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് ആദ്യകാല ഗൾഫ് പ്രവാസികളിൽ കൂടുതൽ. ഈ പ്രദേശത്ത് നിന്നുള്ള ഈഴവ മുസ്ലിം സമുദായങ്ങളിലുള്ളവരായിരുന്നു ഇവരിൽ ഭൂരിപക്ഷവും. ഇതിന് പിന്നാലെയാണ് ചവറ ഗ്രാമത്തിൽ നിന്നും ആദ്യകാല പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിൽ എത്തുന്നത്. അതാകട്ടെ 80കളുടെ തുടക്കത്തിൽ. ചവറയുടെ ഹൃദയഭാഗത്താണ് ചവറ ജുമാ മസ്ജിദ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഏതോ സൂഫി വര്യന്റെ സാന്നിധ്യമുണ്ടെന്ന് പഴമക്കാർ വിശ്വസിക്കപ്പെടുന്ന ഇവിടേക്ക് ഗൾഫ് ഭൂമിന്റെ കാലത്ത് വിസ മോഹികളുടെ പ്രവാഹമായിരുന്നു. കാരണം വളരെ ലളിതം. അറബ് രാജ്യങ്ങളിലാണല്ലോ വിസ അനുവദിക്കേണ്ടത്. അതിന് അറബി അറിയാവുന്ന തങ്ങൾ വഴി പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ജാതിമത ഭേദമന്യേ വിസ മോഹികളായ വിശ്വാസികൾ ചവറ ജുമാ മസ്ജിദിലേക്ക് ഒഴുകിയെത്തി. ആദ്യം ഒരു ചെറിയ പള്ളിയായി കാണപ്പെട്ട ഇവിടെ ഗൾഫ് പണവും നിർമ്മാണത്തിന് സഹായകമായിട്ടുണ്ടാവാം എന്ന് വിശ്വസിച്ചു പോരുന്നു. വിസയും വിശ്വാസവും അവിടെ നിൽക്കട്ടെ. നമുക്ക് ചവറ തോടിന്റെ അന്നത്തെ അവസ്ഥ ഒന്നറിയാം. ചവറ കായൽ എന്നറിയപ്പെടുന്ന ഇതിന്റെ അരികു ചേർന്ന് പോകുമ്പോൾ തൊണ്ട് ചെയ്യുന്ന മണം അറിയാം. 1979 പുറത്തിറങ്ങിയ കായലും കയറിലെ 2 ഗാനങ്ങൾ ചവറ പ്രദേശത്തെ ഗൾഫ് കുടിയേറ്റക്കാരായ ചെറുപ്പക്കാരുടെ വികാരമായി അന്ന് മാറുകയായിരുന്നു. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാം, ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ എന്നീ പാട്ടുകൾ ലേബർ ക്യാമ്പുകളിലെ നാഷണൽ പാനസോണിക് പ്ലെയറിലിട്ട് കേട്ട ചവറക്കാർ നാടിനെ ഓർത്തും അവിടെ കാത്തിരിക്കുന്നവരെ ഓർത്തും നെടുവീർപ്പിടുകയും കോരിത്തരിക്കുകയും ചെയ്തു. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാനെത്തിടാമോ പെണ്ണേ, ചിറയിൻ കീഴിലെ പെണ്ണേ. ഈ പാട്ടുകളിലും ദൃശ്യങ്ങളിലും കായലോരത്തെ ജീവിതവും പ്രണയവും അതേപടി പകർത്തി വെച്ചിരുന്നു. അമ്മമാരുടെ കയർ പിരിച്ച് തഴമ്പിച്ച കൈകളിൽ ഷേക്കിന്റെ പടം പതിച്ച ദിനാറും റിയാലും കൊണ്ട് വെച്ചു കൊടുക്കുമ്പോൾ അവരുടെ കണ്ണും നിറഞ്ഞിട്ടുണ്ടാവാം. അതായിരുന്നു ആദ്യകാല ചവറയിലെ ഗൾഫ് പ്രവാസികളുടെ അനുഭവം. പ്രതീക്ഷകളുടെ കടൽ ദൂരം താണ്ടിയാണ് ചവറയിലെ ഓരോ പ്രവാസികളും അക്കരെ എത്തിയിരുന്നത്. പ്രവാസികളുടെ ലോകത്ത് ഇവർ കണ്ട ആഡംബരങ്ങളുടെ പറുദീസയും ആകുലതകളുടെ ഇടനാഴിയും ഇന്ന് ചവറ എന്ന ഗ്രാമത്തിന്റെ മുഖം തന്നെ മാറ്റിയിരിക്കുന്നു. അറബി റൊട്ടിയിൽ പ്രാതലും അത്താഴവും സമ്പന്നമാക്കിയ ഇവർ തന്നെയാണ് ചവറ എന്ന നാടിനെ സമ്പന്നമാക്കിയത് എന്ന് പറയേണ്ടതായി വരുന്നു. ചവറക്കാർക്കിടയിൽ പെട്ടികെട്ടുക എന്നൊരു പ്രയോഗമുണ്ട്. പ്രവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമാണിത്. കന്നിയാത്രക്കാർക്ക് നാട് നൽകുന്ന സ്നേഹാദരവ്. പെട്ടി പൊട്ടിക്കുക എന്നതാണ് മറ്റൊരു വാക്ക്. അത് മടങ്ങിവരവിന്റെ ആഘോഷമാണ്. ഗൾഫ് നാടിന്റെ സുഗന്ധവും മധുരം നിറഞ്ഞ ഈന്തപ്പഴവും പിന്നെ വസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ഇതാണ് പെട്ടി പൊട്ടിക്കുമ്പോൾ പരക്കുന്ന മണം. അതെ, ചവറ എന്ന നാട് എന്നെന്നും ഗൾഫ് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ അവിടുത്തെ പ്രവാസി ജീവിതത്തോടും.